24 മെഗാ ബ്രേക്കിംഗ് നവകേരള സർവേയിൽ നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു. സർവേ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് നീക്കം. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അതിവേഗം നീങ്ങുകയാണ്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ 24 മണിക്കൂറിനുള്ളിൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി വിധിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ നിയമപോരാട്ടത്തിൽ സർക്കാർ പറയുന്നത് ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് സർക്കാർ പറയുന്നത് ഭരണപരമായ പ്രശ്നത്തിനപ്പുറം ഹൈക്കോടതി വിധിയിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ കേരള സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനയുടെ 201(5)(b)യുടെ ലംഘനമാണ് നടന്നതെന്ന് SLPയിൽ വാദിക്കുന്നു. റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനമെന്ന് കോടതി പറയുമ്പോഴും അത് ഏത് വകുപ്പിന്റെ ലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് സർക്കാർ പറയുന്നത് ഈ നവകേരള സർവേ എന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്, അത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്, അതിലിടപെടാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇത് വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. ഭരണഘടനാപരമായ വിഷയമാണ്, അത് പരിഗണിക്കണമെന്നാണ് സർക്കാരിന്റെ വാദം. 20 കോടി രൂപയാണ് നവകേരള സർവേക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. അതിൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഈ നവകേരള സർവേ എന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതി വിധിയോടുകൂടി സർക്കാർ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് സർക്കാരിന്റെ തുടർ നീക്കം, അതായത് നിയമപരമായ സർക്കാർ നീങ്ങുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.